അപ്പോൾ നിങ്ങൾ ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ താജ്മഹൽ കാണാൻ വരുന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എടുത്തോളാം. താങ്ക് യു. എന്റെ മോനെ പുള്ളിയുടെ ഒരു ചിരിയുണ്ടോ? ഓ അത് 10 രൂപ ഗൈസ് ഞങ്ങൾ കൂട്ടി കൊടുത്തോളൂ. അതെ, എന്നാൽ ഇവരെന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഗൈസ്. ഇതാണ് മുംതാസ് മഹലിന്റെ ആദ്യത്തെ കല്ലറ. അതായത് താജ്മഹലിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരിയെ അടക്കിയിരുന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ട് മാറ്റിയതെന്തോ. ഷാജഹാനെ ഈ താജ്മഹലിന്റെ പണി കഴിപ്പിച്ചതിന് ശേഷം അവിടെ ഇതുപോലെ ഒരു കറുത്ത താജ്മഹൽ, സെയിം ഡിസൈനിൽ കറുത്ത താജ്മഹൽ പണിയാൻ വേണ്ടിയിട്ട് ഗൈസ്, ഇന്ന് നമ്മൾ ആഗ്രയിലാണുള്ളത്. നമ്മുടെ ഡൽഹി ട്രിപ്പിന്റെ 3ാമത്തെ വ്ളോഗാണിത്. കാണുന്നില്ല പുറകിൽ ഐ ലവ് ആഗ്ര. ഞങ്ങൾ ഇന്നലെ ഈവനിങ് അവസാനം ഇന്ത്യ ഗേറ്റിലും പോയതിനു ശേഷം നേരെ ഇങ്ങോട്ട് വന്നിട്ടാണ്. അവിടെ നേരെ ഒരു 3 മണിക്ക് 2:30. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇവിടെ ഫോണിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ നേരെ ഞങ്ങൾ രാത്രി ഒരു 10-11 മണി 10:30 ആയപ്പോഴേക്ക് ഇവിടെ ആഗ്ര വന്നിട്ട് ട്രെയിൻ ഇറങ്ങി. എന്നിട്ട് ഇവിടെ തന്നെ അതിന്റെ പുറത്ത് തന്നെ ടെന്റ് അടിച്ചതാണ്. പുറത്ത് ടെന്റ് അടിച്ചിട്ടാണ് കിടന്നിരുന്നത്. അതിൽ വിഷ്വൽ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ എണീക്കാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റപ്പടിച്ചിട്ട് ടെന്റെല്ലാം ഞങ്ങൾ എടുത്ത് മടക്കി വെച്ചിട്ടോ. ഇപ്പോഴത്തെ ആഗ്രഹം ഞങ്ങൾ ഒന്നുകൂടെ ഫ്രഷായി, ചായ കുടിച്ചിട്ടില്ല, നേരെ ഇറങ്ങണം, താജ്മഹൽ പോകണം, കാണണം. ഗൈസ് സത്യം പറയല്ലോ, ഈ താജ്മഹൽ കാണാൻ നിങ്ങൾ ആഗ്രയിൽ എന്തെങ്കിലും വന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ടാക്സിക്കാരെ കൺവിൻസ് ചെയ്യാന്നുള്ള. നിങ്ങൾ ആദ്യം തന്നെ വരുന്ന ആളെടുത്ത് ഓക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ പോകാൻ പറ്റും. നമ്മളിത് ടാക്സി എടുക്കാത്തടത്തോളം ഇവർ നമ്മളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ടാക്സി 100 രൂപ 100 രൂപ 2 പേർക്ക് 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ആഗ്രഹം മൊത്തം കാണിച്ചു. എന്റെ മോനെ കൈസ് എന്താ ഇനിത് നമ്മൾ അവസാനല്ലേ പല ഭാഷയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയിട്ടാ. കാരണം ഇവർക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ ഒരു പോയിക്കോട്ടെ നേരിട്ട്, പക്ഷെ ഇവർ പോകുന്നില്ല, നമ്മളെ വിട്ടുകൊടുക്കില്ല. നമ്മൾ വണ്ടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവർ മാക്സിമം പുറകെ കൂടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ താജ്മഹൽ കാണാൻ വരുന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എടുത്തോളാം. എടുക്കാതെ ഞങ്ങളെപ്പോലെ പ്രത്യേകിച്ച് ഈ വ്ളോഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെ, അതായത് ചീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ മെട്രോ എടുത്തിട്ടാണ് പോകുന്നത്. അതെ അതെ, ഇത് ഇവരുടെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചുകൊണ്ടിരിക്കരുത്. ഇവര് ഇന്നലെ നമ്മൾ ഫുഡിന് പോയ പോലെ ആയിരിക്കും അവസാനം. ഇന്നലെ ഞങ്ങൾ ഫുഡ് നോൺ വെജ് 3 കിലോമീറ്റർ ചുറ്റളവിൽ നോൺ വെജ് കിട്ടൂലെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ, ഇത് കടക തൊട്ടപ്പുറത്തുള്ള കടയിൽ അവിടെ തന്നെ നോൺ വെജ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ ഏതായാലും പറഞ്ഞില്ല, ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചായ കുടിക്കണം, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. കുറച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിച്ച് കുറച്ച് ചോക്ലേറ്റ്സും കഴിച്ച് ഇനി നേരെ താജ്മഹലാണ്. കുറച്ചുകൂടെ രാവിലെ പോകണം, എന്നിട്ട് നല്ല വിഷ്വൽ എടുക്കണം എന്ന് വെച്ചിരുന്നു. സത്യം പറയല്ലോ, നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഈ വന്നതിന് ശേഷം ഒരു 4-4 ദിവസത്തിനിടയിൽ ഇന്നലെയാണ് നല്ലപോലെ ഉറങ്ങിയത്. ടെൻ്റ് അടിച്ചിട്ടാണെങ്കിൽ പോലും ഒന്ന് കംഫർട്ടായിട്ട് ഞങ്ങൾ പോലീസുകാരോടൊക്കെ ചോദിച്ച് എല്ലാം ഓക്കെ ആയിരുന്നു. പുള്ളിയും ഭയങ്കര കംഫർട്ടായിരുന്നു. പുള്ളി ഭയങ്കര എന്താ പറയുക സപ്പോർട്ടായിരുന്നു കേട്ടോ ടെൻ്റ് അടിക്കാനൊക്കെ. പലരും നമ്മളങ്ങനെ സമ്മതിക്കാറില്ല ടെൻ്റ് അടിക്കാനൊക്കെ, അല്ലെങ്കിൽ ഒരു ടൈമിനുള്ളിലൊക്കെ പോകണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇന്നത്തെ വ്ളോഗ് ഇതാണ് ഗൈസ്, നമുക്ക് താജ്മഹൽ കാണാം. താജ്മഹലിന്റെ വ്ളോഗ് നിങ്ങളൊരു 100 വ്ളോഗ് ചിലപ്പോൾ മുന്നേ കണ്ടിട്ടുണ്ടാവും, താജ്മഹലിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഇന്നാണ് വ്ളോഗ്. അതെ, ഞങ്ങൾ ഇന്നാണ് പോകുന്നത്. അതിനൊരു ഉണ്ടാവില്ല. നിങ്ങൾ ഇതുവരെ കണ്ട താജ്മഹലിന് വ്യത്യസ്തമാക്കുന്ന എന്തെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ഇനി ഞങ്ങളിത് ഞങ്ങളുടെ ബാഗും ലഗേജും സാധനങ്ങളൊക്കെ ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ്. ക്ലോക്ക് റൂമിൽ എന്റെ മോൻ അതുണ്ടല്ലേ ഗൈസ്, രാവിലെ എന്തെങ്കിലും ഷോക്കായിരുന്നു. ഇവിടെ ആഗ്ര റെയിൽവേ സ്റ്റേഷൻ ഉണ്ടത്, അവിടുന്ന് അതാണ് അതിന്റെ എൻട്രൻസ്. ഇത് ഇവിടെ തന്നെ ഇതിന്റെ ഇവിടുത്തെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ പരിപാടിയൊക്കെ 16 ഡിഗ്രി സെൽഷ്യസ്. അത് ഉത്തരം ഒരു 87% സത്യമാണ്. 87% കറക്റ്റാണ്. ഈ 16 ഡിഗ്രി ആണെന്നുള്ളത്. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ ഭയങ്കര തണുപ്പൊന്നുമില്ല. നമുക്ക് ഈ നൈറ്റ് അതുപോലെ തന്നെ രാവിലെ നേരം വെളുക്കും വരെ ആ സമയത്ത് മാത്രമേ ഭയങ്കര തണുപ്പുള്ളൂ കേട്ടോ. എന്താ വണ്ടി അടിച്ച് ഭ്രാന്തായിരുന്നു. അപ്പൊ ഇനി പോട്ടെ ഗൈസ്, ഇനി ഞങ്ങള് മെട്രോയിലേക്ക് നടക്കണം. അവിടുന്ന് മെട്രോ കയറിയിട്ട് വേണം ആഗ്രയിലെത്താൻ. അതിനിടയിലും ചായ കുടിക്കണം. ഓക്കെ സാർ. മുഹമ്മദ് ഷാ ഗൈസ്. അപ്പൊ നമ്മള് എന്താ
വേറൊരു ഇക്കാന്റെ വണ്ടി കയറിയിരിക്കണേ. പുള്ളി നമുക്ക് 50 രൂപയ്ക്ക് അവിടെ എത്തിക്കാന്ന് പറഞ്ഞു. സംഭവം 50 രൂപ 100 രൂപയ്ക്ക് മറ്റൊരു എത്തിച്ചു തരും. നമ്മളതിന് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ മാക്സിമം എങ്ങനെ ചെലവ് ചുരുക്കിയിട്ട് ഇതെല്ലാം കാണാം എന്നുള്ളതിന്റെ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടണം. അതുവഴി നിങ്ങൾക്ക് അത് പാസ് ചെയ്യാല്ലേ. എന്നെ കാണിക്കണം, എന്താ പറയാ. ഓക്കെ, നമ്മളെന്തിനാ കുറെ പണം കൊടുക്കും? ഞങ്ങൾ നടക്കാൻ പറ്റില്ല, നടക്കാൻ മെട്രോ ഓടിക്കുക, ബസ് ഓടിക്കുക, എന്നിട്ടാണ് ഈ ഓട്ടോ 50 എടുത്ത് പോണത്. അത് മാക്സിമം ചിലവർക്ക് പോവാ. എന്തിനു പഠിച്ചിട്ടുണ്ട് നമ്മള് ഇറങ്ങിയത് ഇങ്ങനെ. അല്ലാതെ നമുക്ക് വേണേൽ റൂം എടുക്കാം, അതുപോലെ നല്ല ഫുഡ്, നല്ല ഹോട്ടലിൽ കയറാം. ഇതെല്ലാം നമ്മൾ മാക്സിമം ചെലവ് ചുരുക്കി എത്രത്തോളം ചീപ്പായിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ബ്ലോഗിന്റെ അല്ലെ നമ്മുടെ ഈ ജേർണിയുടെ ഉദ്ദേശം. അഡ്വഞ്ചർ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ്. ഇല്ല ഇത് ഷെയറാണ്. അവിടെ കയറി ഗൈസ്, ഒരാളും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. चेन्नई नहीं, केरला केरला। न्यूज में काम करते हो क्या? क्या है? वीडियो बनाता है। हाँ वीडियो व्लॉग है, यूट्यूब व्लॉग। हाँ अതെ മച്ചാൻ വെച്ച് കാച്ചുന്നുണ്ട്. നല്ല വ്യൂവേഴ്സ് ഉള്ള, നല്ല ഫാൻസ് ഉള്ള യൂട്യൂബേഴ്സ് ആണ് ഞങ്ങൾ. നിങ്ങൾ ഈ കാണുന്നത് ചിലപ്പോ നമ്മുടെ 36ാമത്തെ വ്യൂ ആയിരിക്കും, മേ ബി. അല്ലെങ്കിൽ എന്നിട്ടും വെച്ച് കാച്ചുന്നുണ്ട് നല്ല ഫേമസ് യൂട്യൂബേഴ്സ്. 1.5 കമ്മിയേ യൂട്യൂബ് വീഡിയോ. എന്താ പറയാ, കൊള്ളണ്ടേ വണ്ടിയിൽ ട്രാവൽ ഭയങ്കര സ്മൂത്ത്. സമയം ഇപ്പൊ 10 മണിയായിട്ടാ, പക്ഷെ സമയം ഇപ്പൊ 10 മണിയായി. പക്ഷെ എന്നാലും നമുക്ക് നാട്ടിലൊരു 7 മണി, ഒരു 6:45, 7 മണി ആ ഒരു ഫീൽ കേട്ടോ. തണുപ്പ്, നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. നമ്മളെ ഡൽഹിയിലെ പോലെ അല്ലല്ലേ? ആ, അതിനൊക്കെ തണുപ്പുണ്ട്. മറ്റേ പകൽ അവിടെ തണുപ്പൊക്കെ കിട്ടായിരുന്നു. ഞങ്ങൾ അത്ര ഭയങ്കര ജാക്കറ്റോ പരിപാടി ഒന്നും അല്ല ഇട്ടിരിക്കുന്നത്. എന്തായാലും നോക്കട്ടെ ഗൈസ്, തണുപ്പ് കൂടുതലാണെങ്കിൽ പണി പാടും. അപ്പിന് താജ്മഹൽ എത്തിയിട്ട് കാണാം ഗൈസ്. ഭയ്യാ ഗേറ്റ് 1 है? हाँ भैया ओके ओके भाई ഓക്കെ, താങ്ക് യു. എന്റെ മോനെ പുള്ളിയുടെ ഒരു ചിരിയുണ്ടോ അച്ഛാ? ഓ അത് 10 രൂപ ഗൈസ് ഞങ്ങൾ കൂട്ടി കൊടുത്തോളൂ. അതായത് വർത്തായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആ ചിരി ഇങ്ങോട്ട് മായൊന്ന്. എനിക്ക് തോന്നുന്നു നമ്മളാണ് ഡൽഹി കൊണ്ട് വിട്ട്. അതിപ്പോ ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട്. താജ്മഹൽ മെട്രോ സ്റ്റേഷൻ. അപ്പൊ ഇവിടെ മെട്രോ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തിരിക്കും വേണം മെട്രോ എടുക്കാം. ഷാജഹാന്റെ സ്റ്റാച്ചു ഉണ്ട് ഗൈസ്. നമുക്ക് ഷൂ ഇടാൻ വേണ്ടിട്ട് കവറാണ് കേട്ടോ. അതായത് ഷൂ ചെരുപ്പ് അങ്ങോട്ട് ഇടാൻ പറ്റില്ല എന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ 10 രൂപയാണ് ഒരു കവറിന്. 10 രൂപ എന്നൊക്കെ ഓ മച്ചാ എന്റെ മോനെ ഗൈസ്, നിങ്ങൾ ആദ്യത്തെ അടുത്ത ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഒന്നും യാതൊരുവിധ വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ യാതൊരുവിധ ദയാദാക്ഷിണ്യവും ഉണ്ടാവില്ല. ഇപ്പൊ ആളിട്ടിട്ടൂടെ അന്ന് മറ്റിടൂ ആ നരിതം കൂടെ ഭയ്യ ചേഞ്ച്. ഇതാണ് കേട്ടോ താജ്മഹലിന്റെ ഗേറ്റ് നമ്പർ 1 ആണെന്നാണ് പറഞ്ഞത്. അതായത് മെയിൻ ഗേറ്റ് ഇതാണെന്ന് തോന്നുന്നില്ല. ഇത് അത്ര വലിയൊരു ഗേറ്റോ പരിപാടിയോ ഒന്നും അല്ല. എന്തായാലും ഞങ്ങൾ ഇതിലാണ് കയറുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ മെട്രോയിൽ വന്നാലും ഇവിടെ ഇറങ്ങാൻ പറ്റും, നേരെ ഇങ്ങോട്ട് കയറാം. ഇതിന്റെ നമുക്ക് ഷൂവും കാര്യങ്ങളൊക്കെ അഴിച്ചു വെക്കണം. ഇവിടെ ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ട്, വന്ന് പോകുന്നാന്ന് തോന്നുന്നു. അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടാ ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടാ. ഞങ്ങൾ എന്തായാലും ഈ ഷൂ കാര്യങ്ങൾ ഇതിന് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി പറഞ്ഞോ. 2 വഴിയാണ്, അത് ചുറ്റി കറങ്ങി വരുന്ന വഴിയാന്ന് തോന്നുന്നല്ലേ? ഇതിലാണ് എൻട്രി എന്ന് തോന്നുന്നു. പട്ടാളത്തിലല്ലേന്ന് വെച്ചു ഞാൻ സബ്സ്ക്രൈബ് എൻട്രൻസിലൂടെ അങ്ങനെ നടന്നോണ്ടിരിക്കട്ടെ. ഇതാണോ മെയിൻ, അതായത് നല്ല വ്യൂ കിട്ടുന്ന പോയിന്റ് എന്ന് അറിഞ്ഞൂടാ.
Where are you from? Where are you from? UP? हाँ राजस्थानी हाँ राजस्थान आपको टूरिस्ट नाइस 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 हमको हिंदी अच्छा मालूम नहीं है ഹിന്ദി അറിയാമായിരുന്നു കാര്യങ്ങൾ ഒന്നുകൂടെ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവട്ടെ. ഇതെന്തത് സ്കൂൾ വിട്ടോലെ എന്റെ പുറകെ എല്ലാം കൂടെ ഗൈസ് എന്താ പിള്ളേർ നമ്മളെ കൂടെ കൂടിയുണ്ട്. എന്താ ചെയ്യാ നമ്മളെ സബ്സ്ക്രൈബറും ഇതൊന്നും കേരളം ആ നമ്മളെവിടെന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ചോദിച്ചൊന്നും വരാൻ പോകുന്നില്ല, അതുകൊണ്ട് വലിയ പേടിയില്ല. ഗൈസ് ഭയങ്കര നല്ല അന്തരീക്ഷം കേട്ടോ, തണുപ്പുണ്ട്. ഇവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടല്ലേ. നീറ്റായിട്ട് തന്നെ വെക്കുന്നുണ്ട്. കുറച്ച് മരങ്ങളുടെ ചപ്പ് ചവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഇവരെന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഗൈസ്. 100 രൂപ ടിക്കറ്റ് ഐഡിയ ഒക്കെ കാണിക്കണം കേട്ടാ. ടിക്കറ്റ് എടുത്തതേ ഇതാണ് ടിക്കറ്റ്. അഡൽട്ട് 35, മറ്റെന്ത് 10, ഇന്ത്യൻ 10, 45 പ്ലസ് GST പരിപാടി ആയിരിക്കും. എന്തായാലും 50 രൂപ ടിക്കറ്റ് ഇട്ടാ. 50 രൂപയുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ നല്ല മഴ പെയ്തു ഗൈസ്. ഞങ്ങളത് ഈ മഴയത്താണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മച്ചാനവിടെ മച്ചാൻ മഴ കൊള്ളാതിരിക്കാൻ അപ്പുറത്തൂടെ പോയിട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് മഴ ഒരു പണ്ടേ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അപ്പതേ ഗൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വല്ലാത്തൊരു ദിവസമായി പോയി. അതായത് മഴയും പെയ്ത് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പൊ സമയം പക്ഷെ 11:30 ആയി. നാളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലീവാണ്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. വെള്ളിയാഴ്ച താജ്മഹൽ ലീവാണ്. വെള്ളിയാഴ്ച താജ്മഹലിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഡേറ്റ് മാറ്റിക്കോളാം. മഴ കാരണം എല്ലാവരും കയറിയിരിക്കായിരുന്നട്ടാ. ഇപ്പൊ ഏകദേശം മഴയും പരിപാടിയൊക്കെ നിന്നതുകൊണ്ട് ഓരോരുത്തർ ഇറങ്ങി തുടങ്ങി. പക്ഷെ എന്നാലും ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോ നല്ല തിരക്കായിരിക്കും അതിന്റെ ഉള്ളില്. ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ആയിട്ട്. ഇതേ മെയിൻ എൻട്രൻസ്, ഇതുവഴി ഞങ്ങൾ വന്നേ. നേരെ ഇങ്ങോട്ട് പോകും. ഗൈസ് അപ്പൊ ഞങ്ങളിത് നേരെ ഇതിന്റെ എൻട്രൻസിലായിട്ടുള്ളേ. അതിലൂടെ നോക്കിയാൽ ഞങ്ങൾക്ക് ഇവിടെ നേരിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റൂട്ടോ. പക്ഷെ നിങ്ങൾക്ക് അത് ക്യാമറയിൽ കാണുന്നുണ്ടാവില്ല. പക്ഷേ ഇതേ നേരെ മുന്നോട്ട് പോകുമ്പോ നമുക്ക് ആ അത്ഭുതം നേരിട്ട് കാണാം. ഇവിടെ എന്തോ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് അതിന്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നതായിട്ട്. ഇവിടെ നിന്നത് എന്റെ മോനെ ഗൈസ് കാണുന്നില്ലേ?
ഏഴ് മഹാത്ഭുതങ്ങളിൽ നമ്മൾ ഒരെണ്ണം കണ്ടിരിക്കുകയാണ് ഒന്ന് കണ്ടു ഞാൻ അത് പറയുന്നു 6 കൂടെ കാണാനുള്ള ഫണ്ടൊക്കെ നിങ്ങൾ വരാണെങ്കിൽ നമ്മള് വേഗം കണ്ടിട്ട് പെട്ടെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ വീഡിയോ അങ്ങനെ നീ കണ്ടിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാണ്ടാണ്. നല്ല തണുത്ത കാറ്റ്, നല്ല ക്ലൈമറ്റ് അതിമോഹമാണെന്നറിയാം. പക്ഷെ ഇവിടെ ചൂട് ചായ സൂക്കായത് എനക്കിട്ട അച്ഛനല്ല ചായ കൂടി പ്രിയനൊന്നുമില്ല. ഇതിന്റെ ഇല്ലേ 4 വശം ഒരേപോലെ, അതായത് എവിടെ നോക്കി ആ ഭാഗത്ത് നിന്ന് ഈ സൈഡ് നോക്കിയാലും ഒരേപോലെ ഉണ്ടാവുക പറയാ. അത് പണിത് ചങ്ങായിന്റെ കൊണ്ടല്ലേ വീടൊന്നും പണിച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങായിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ട് ഇത് കാലിന്റെ ആരെങ്കിലും വീടൊന്നും ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് മീ. ഇവിടെ പല നാട്ടുകാരുണ്ട് കേട്ടോ, കൊറിയക്കാരും ചൈനക്കാരും അമേരിക്കക്കാരും അങ്ങനെ 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 ജഗമൊക്കെ. അതെ വേറൊരു ഇതേ നാട്ടുകാരനാണെന്തോ കുമ്പളക്കാരനാണിത്. പക്ഷെ ഞങ്ങള് അതിന്റെ നേർവഴിക്ക്, അത് നമ്മൾ ആ പൂളുകളൊക്കെ കാണുന്ന അതിന്റെ നേർവഴിക്കല്ലാതെ ഇതിന്റെ ഇപ്പുറത്തൂടെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള വഴിക്കാണ് പോകുന്നത്. അവിടെ ഭയങ്കര ക്രൗഡാണ്. പിന്നെ നമ്മളൊന്ന് വേറിട്ട് സഞ്ചരിക്കാം എന്ന് വിചാരിച്ചു. ഇത് കിടിലൻ സ്പോട്ട് കേട്ടോ, ഭയങ്കര. ഈ മഴയും പെയ്തുകൊണ്ടില്ലേ, കോടയൊക്കെ ഇറങ്ങിയിട്ട് എന്താ പറയുക, ഭയങ്കര ഫീൽ. ഞാൻ ഈ സ്ഥലം കാണിച്ചത് ഗൈസ്. ഇത് താജ്മഹലിന്റെ മറ്റൊരു സൈഡ് എന്നുള്ള വ്യൂ ഉണ്ടോ. അതായത് ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ഗേറ്റ് ഉണ്ട്. നിങ്ങൾ വരുന്നവരൊക്കെ മാക്സിമം അതിന്റെ ഫ്രണ്ട് ഗേറ്റ് മെയിൻ എൻട്രൻസ് വഴി കയറാൻ നോക്കട്ടോ. ഞങ്ങളിത് ഈ സൈഡിലൂടെ ഇങ്ങനെ അതുവഴി ഇങ്ങനെ നടന്നു വന്നിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഈ വരുന്ന വഴിക്കാണ് നമ്മളിത് ഈ ഒരു പോർഷൻ കണ്ടിട്ട്. ഇതാണ് മുംതാസ് മഹലിന്റെ ആദ്യത്തെ കല്ലറ. അതായത് താജ്മഹലിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരിയെ അടക്കിയിരുന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ട് മാറ്റിയതെന്തോ, അങ്ങനെയാണ് അതിന്റെ ചരിത്രം കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് പുള്ളിക്കാരിയുടെ ആദ്യത്തെ കല്ലറ. നമുക്ക് ഇവിടെ വേറൊരു കാര്യം കാണിക്കാനുള്ള എന്താ വെച്ചാൽ, ഇപ്പൊ താജ്മഹൽ ഇത് ഇവിടെ അതിന് നേരെ മുന്നിൽ, അതായത് ഈ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സൈഡിൽ തന്നെയാണ്. ഇവിടുന്ന് ഇതിന്റെ തൊട്ട് ഇപ്പുറത്തൊരു കായലാണ് കേട്ടോ. കായലാണോ നദിയാണോ എന്താന്ന് പറഞ്ഞൂടാ. ഇതുണ്ടോ ഒരു കായല്. ഇതില് അതായത് പലർക്കും അറിയാത്തൊരു കാര്യം, എന്നാ പലർക്കും അറിയുന്നുണ്ടാവതേ, ഇതിന്റെ തൊട്ടപ്പുറത്തെ ആ കാണുന്ന സ്ഥലം അവിടെയാണെന്നാണ് തോന്നുന്നത്. ഷാജഹാന് ഈ താജ്മഹലിന്റെ പണി കഴിപ്പിച്ചതിന് ശേഷം അവിടെ ഇതുപോലെ ഒരു കറുത്ത താജ്മഹൽ, സെയിം ഡിസൈനിൽ കറുത്ത താജ്മഹൽ പണിയാൻ വേണ്ടിയിട്ട്, അതായത് അതിന്റെ തറക്കല്ലിടുക അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ പുള്ളിയുടെ മകൻ അപ്പോഴേക്ക് വന്നിട്ട് പുള്ളിയെ തടങ്കലടച്ച്. കാരണം രാജ്യത്തിന്റെ പൈസ മൊത്തം ഇതുപോലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി തീർക്കുക, അങ്ങനെ എന്തൊക്കെയാണ് ചരിത്രങ്ങൾ. പക്ഷെ അതോടെ ഉണ്ടായിരുന്നെങ്കിൽ ഗൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഒരു താജ്മഹൽ വെളുത്ത് നിൽക്കുന്നത്, അവിടെ ഓപ്പോസിറ്റില് അതും നോക്കിക്കൊണ്ട് ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ബ്ലാക്ക് ഒരു താജ്മഹൽ. അതെന്ത് ഫീൽ ആയിരിക്കും അല്ലേ. അതിന്റെ നടുക്ക് മാത്രം ഒരു പുഴയോ ഒരു കായലിങ്ങനെ ഒഴുകുന്നത്. പക്ഷെ പറഞ്ഞ കാര്യമില്ല, ചിലപ്പോൾ പുള്ളിയുടെ മകൻ അന്ന് തോന്നിക്കാണോ രാജ്യത്തിന്റെ പൈസ മൊത്തം ഇങ്ങനെ കെട്ടിടത്തിന് തീർക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതുണ്ട്. എന്തായാലും ഒന്നെങ്കിൽ ഒന്ന് നമുക്ക് കാണാം. അത് ഷാജഹാന്റെ പ്രതീകമായിട്ടും ഇത് മുംതാസിന്റെ പ്രതീകമായിട്ടും അങ്ങനെ ആയിരുന്നു കേട്ടോ പുള്ളിയുടെ പ്ലാൻ എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ എന്തായാലും ബ്ലാക്ക് താജ്മഹൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് ആർക്കും തന്നെ ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ഇത് കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ താജ്മഹലിൻ്റെ ഉള്ളിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയിട്ടാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും നിന്നില്ല, കാരണം കുറെ ഫോട്ടോ പരിപാടികളൊക്കെ എടുത്തു. മൊത്തം ടയർഡാണ് ഗൈസ്, എന്താ വയ്യ, ഹെൽത്ത്. രാവിലെ ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കാതെ ഞങ്ങൾ കയറിയത്. മച്ചാൻ്റെ ക്ലോക്ക് റൂമിൽ നമ്മളെ ബാഗ് 2 ഇവിടെ കൊടുത്തന്നല്ലോ. ആണാ ഗൈസ്, ഇതൊരു മലയാളിയാന്ന് തോന്നിട്ടാ. മലപ്പുറത്തെ കൊണ്ടോട്ടെ മമ്പറത്ത്. ജമ്മാട്. രണ്ടാളും എപ്പോ ഒന്ന് നിങ്ങളെപ്പോ വന്ന് കേറുക. നമ്മളെ മലപ്പുറംകാരനെ കുറെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം കുറെ മലപ്പുറം, മഞ്ചേരി ഇവിടെയുള്ള ആളുകളിൽ നിന്ന് കൂടുതലും. എന്താ ചെയ്യാ ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നടന്നിട്ടേ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാട്ടാ. ബിരിയാണി, ഇന്നെങ്കിലും ഒന്ന് നോൺ വെജ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നു. നമ്മളെ നാട്ടിലെ മച്ചാ മന്തിയേക്കാ വലിയ റൈസ് അല്ലേ. ഇത് മന്തിയേക്കാൾ വലിയ റൈസ്. എന്താണ് പൊതുവെ ഞാൻ നാട്ടിൽ നിന്ന് മന്തി നിർത്തിയായിരുന്നല്ലേ. ഇത് മന്തി പോലെ തന്നെയാണ് അവർ ആ റൈസൊക്കെ കളറാക്കി കൊടുത്തു. പിന്നെ ഒരു ലെമണൊക്കെ വെച്ച് സവാളൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ചുമ്മാ അടിക്കാം. ഓക്കെ,
അപ്പൊ ഗൈസ് ഞങ്ങൾ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി ഇടാം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് ഉടനെ കാണാം. ഓക്കെ മജാ ബൈ.